മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഉജ്ജ്വല വിജയം. ആകെയുള്ള 35 വാർഡുകളിൽ 28 ഇടതുപക്ഷത്തിനൊപ്പം നിന്നു. BJPക്ക് ഇത്തവണയും നഗരസഭയിൽ അക്കൗണ്ട് തുറക്കാനായില്ല. നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് ഇത്തവണ മട്ടന്നൂർ ഇടതുമുന്നണിക്ക് നൽകിയത്. ആകെയുള്ള 35 വാർഡുകളിൽ 28 LDFനെ പിന്തുണച്ചു. 7 വാർഡുകൾ LDF UDFിൽ നിന്ന് പിടിച്ചെടുത്തു. 23 സീറ്റുകൾ നേടിയ CPM ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. CPI, INL, ജനതാദൾ, CMB, LDF സ്വതന്ത്രൻ എന്നിവർ ഓരോ സീറ്റ് വീതം നേടി. LDF നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന അനിത വേണു 24 വാർഡിൽ നിന്നും, CPM ജില്ലാ കമ്മിറ്റി അംഗം P. പുരുഷോത്തമൻ 27 വാർഡിൽ നിന്നും വിജയിച്ചു. LDF സർക്കാരിന് മട്ടന്നൂരിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് CPM പ്രതികരിച്ചു. കോൺഗ്രസിനെതിരായിട്ടൊരു ജനവിധിയാണ്. രാജ്യത്ത് RSS സംഘപരിവാരം ഉയർത്തുന്ന വെല്ലുവിളിയെ ചെറുക്കുന്നതിൽ ഇടതുപക്ഷമാണ് കരുത്തുറ്റ പ്രസ്ഥാനമെന്ന് മട്ടന്നൂരിലെ ജനവിധി തെളിയിക്കുകയാണ്. കഴിഞ്ഞ തവണ 14 സീറ്റുകൾ നേടിയ UDF ഇത്തവണ 7 സീറ്റിൽ ഒതുങ്ങി. 4 കോൺഗ്രസും 3 ലീഗ് സ്ഥാനാർത്ഥികളും വിജയിച്ചു. 28 വാർഡിൽ നിന്ന് വിജയിച്ച KV ജയചന്ദ്രനാണ് UDF പാനലിൽ വിജയിച്ച ഏക പുരുഷ പ്രതിനിധി. കേരളത്തിലെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വർഗീയത കലർന്ന വിഷലിപ്തമായ പ്രചരണം അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ വിജയത്തിന് പിന്നിൽ. അക്കൗണ്ട് തുറക്കാമെന്ന BJPയുടെ പ്രതീക്ഷ ഇത്തവണയും ഫലം കണ്ടില്ല. എന്നാൽ 9 വാർഡുകളിൽ 2ാം സ്ഥാനം നേടാനായത് BJPക്ക് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പാണ്. ഷിജിത് കണ്ണൂമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1 കണ്ണൂർ.